നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാണെന്ന ഇടത് സർക്കാരിന്റെ അവകാശവാദം തകർത്ത സ്വർണ്ണക്കൊള്ളക്കേസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ എൻ വാസുവിന് ഇനി ജയിൽവാസം. പക്ഷേ ചോദ്യം, ഇതോടെ കഥ തീരുമോ? അടുത്തതാരാണ്? എ പത്മകുമാറോ പി എസ് പ്രശാന്തോ? ആരുടെയൊക്കെ കയ്യിലാണ് സ്വർണം ചെമ്പാക്കിയതിന്റെ പാപക്കറ? അയ്യന്റെ നിധി കൊള്ളയടിച്ചവരെ സംരക്ഷിച്ചത് ആരാണ്? വിശ്വാസത്തിന്റെ പേരിൽ നടന്ന തട്ടിപ്പിന് അന്താരാഷ്ട്ര ബന്ധമെന്ന് കോടതി പോലും പറയുമ്പോൾ സ്വർണം കണ്ടാൽ കട്ടെടുക്കാൻ മടികാട്ടാത്ത അമ്പലക്കള്ളന്മാരുടെ കയ്യിലെ താക്കോൽ സർക്കാർ തിരിച്ചു മേടിച്ചത് നല്ല കാര്യം. വാസുവിന് ശേഷം വിലങ്ങ് തന്നിലേക്ക് അടുക്കുന്നുവെന്ന തോന്നലിലോ പത്മകുമാറിന്റെ ഒളിച്ചോട്ടം? ശബരിമല കൊള്ളക്കേസ്, അഴിമതിയുടെയും കൊള്ളയുടെയും മുഖങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ത്രിമൂർത്തികളിൽ അടുത്തത് പത്മകുമാറോ പ്രശാന്തോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു കൊള്ള നടന്നത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, സ്വർണം അപഹരിക്കുവാനുള്ള ഗൂഢാലോചന എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന പ്രതിപാദ്യം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെയാണ് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് എൻ വാസു കൂട്ടുനിന്നത്. അപ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ നിരപരാധിയാകുന്നത് എങ്ങനെ? പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ, ചില തടസ്സങ്ങൾ ഉള്ളതിനാൽ പിന്നീട് ഹാജരാകാം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എ പത്മകുമാർ വൈകാതെ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇപ്പോൾ ഉണ്ട്. അതിനടുത്തത് പി എസ് പ്രശാന്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ പ്രശാന്തിന്റെ കാലത്താണ് സ്വർണ്ണപ്പാളികൾ അവസാനമായി ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്. ഇതിൽ പ്രശാന്തും കുടുങ്ങുമോ? പ്രശാന്തിനെയും ചോദ്യം ചെയ്യേണ്ടി വരില്ലേ? പ്രശാന്തിന്റെ പങ്കാളിത്തവും വെളിവാകേണ്ടതല്ലേ? നിരവധി ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഈ ത്രിമൂർത്തികൾക്കുള്ള പങ്കാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. ശ്രീ റജി ലൂക്കോസ്, ശ്രീ അനിൽ വിളയിൽ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ റജി ലൂക്കോസ്, നമ്മൾ തുടക്കത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ പറയുന്ന കാര്യമാണ് എൻ വാസു, എ പത്മകുമാർ, പി എസ് പ്രശാന്ത്. അവരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണല്ലോ. അല്ല മഞ്ജുഷേ, എങ്ങോട്ടായി എത്തണമെന്നുള്ളവർ തീരുമാനിക്കേണ്ടത് നമ്മളല്ല, അത് SIT ആണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിനെക്കുറിച്ച് മുൻവിധിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കൊടുത്തത് ചർച്ച ചെയ്തതും ഉദ്യോഗസ്ഥന്മാരിൽ തീരും. അതുകൊണ്ട് ഈ അന്വേഷണം അവസാനിച്ച് SIT റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാത്രമല്ല, വാസുവിലേക്ക് പോകണമെന്നും പറഞ്ഞിരുന്നു, പത്മകുമാറിലേക്കും പോകണമെന്ന് പറഞ്ഞിരുന്നു, പ്രശാന്തിലേക്കും പോകണമെന്ന് പറഞ്ഞിരുന്നു. വാസുവിലേക്ക് പോയി. വാസു ഇവിടെ നമ്മുടെ ഫ്ലോറിൽ തന്നെ വന്നിരുന്നാണ് പറഞ്ഞത്, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എനിക്ക് അറിയാമെന്നല്ലാതെ എനിക്ക് മറ്റു പരിചയമോ ബന്ധങ്ങളോ ഒന്നുമില്ലെന്ന്. ഇപ്പോൾ എന്തായി? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാരിൽ അന്വേഷണം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ വാർത്ത നൽകിയത് നിങ്ങളെ പോലുള്ളവർക്ക് ഇപ്പോഴെന്താ പറയുക, ഗവൺമെന്റ് ഇച്ഛാശക്തിയാണ് ഈ അറസ്റ്റിന് പിന്നിലുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ വാസുവിലേക്ക് പിടിച്ചില്ലേ? വാസു എന്ന് പറയുന്നത് നിസ്സാരക്കാരനാണ്. വാസു 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ്, അത് കഴിഞ്ഞിട്ട് സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. അതുകൂടാണ്ട് 2 തവണ ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കയ്യാവുമ്പോൾ ജയിലിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാദഗതിയായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നത്? അതുകൊണ്ട് ഇനി അടുത്ത ആരിലെ നെക്സ്റ്റ് ആരാണ് 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കേണ്ട. അത് അടുത്ത ആൾ ആരാണ്? പത്മകുമാറാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കും. പത്മകുമാർ അധികം നാളൊന്നും ചോദ്യം ചെയ്യലിൽ നിന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം നിയമം ഒരിക്കലും അനുവദിക്കുന്നില്ല. താൽക്കാലികമായിട്ട് 1 2 ദിവസം മാറി നിൽക്കാം. ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റുമോ? പത്മകുമാറിന്റെ സംശയത്തിന് നിലനിലാണെന്ന് കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീതിപരമായ രീതിയിലുള്ള അന്വേഷണം നടത്തി ഹൈക്കോടതിയിൽ SIT റിപ്പോർട്ട് കൊടുക്കും. ഇനിയിപ്പോ 2 ആഴ്ച കൊടുത്തു കഴിയുമ്പോൾ ഹൈക്കോടതി അതിന്റെ മറ്റു പ്രൊസീജിയേഴ്സ് കടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ കുറ്റവാളികൾ. ഇതിലിപ്പോൾ വാസു അകത്തായത് ഈ ചെമ്പുപാളികൾ സ്വർണമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം നൽകിയതിന്റെ, ഒരു കത്തിടപാടിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളുടെ അല്ല, ശ്രീകോവിലിലെ മുഖ്യവാതിലിൻ്റെതല്ല, കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ. എവിടെയൊക്കെയാണ് ഇവർ കണ്ണുവെച്ചത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്.
ഇത് ആദ്യം തുടങ്ങിയത് ഈ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലകരുടെ അതിലായിരുന്നു. അവിടെ നിന്ന് ഹൈക്കോടതി വിജിലൻസിന്റെ റിപ്പോർട്ടും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടും പരിഗണിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റു വസ്തുതകളിലേക്ക് പോയത്. അതിനു മുൻപേ വാതിലിലെ സ്വർണവും കൊള്ളയടിച്ചു, വാതിൽ പാളികളിലെ സ്വർണവും കൊള്ളയടിച്ചുവെന്ന് ഇവിടെ വാസുവിന്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യമാണ്. 18/5/2019 ദേവസ്വം ബോർഡ് ജീവനക്കാരായ മൂന്നാം പ്രതിയായ എൻ വാസു അടക്കമുള്ള 3 മുതൽ 7 കൂടിയ പ്രതികളും 2019 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അറിവോടുകൂടി, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അറിവോടുകൂടി ഇളക്കിയെടുത്ത് 1-ാം പ്രതിയുടെ കൈവശം കൊടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെത്തിച്ച് ഈ പാളികളിൽ റിക്കവറി ചെയ്ത 409 ഗ്രാം സ്വർണം ഉൾപ്പെടെ ആകെ ലഭ്യമായ സ്വർണത്തിൽ പ്ലേറ്റിംഗ് ഇൻവോയ്സ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കഴിഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് സ്വർണം കട്ടയാക്കിയത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോട് കൂടിയാണ് അന്നത്തെ കമ്മീഷണറായ എൻ വാസു ഇത് ചെയ്തു വെച്ചത്, മറ്റ് പ്രതികളുടെ കൂടി സഹായത്തോടു കൂടി. ഈ മുരാരി ബാബു അതുപോലെ തന്നെ സുധീഷ് കുമാർ ഇവരുടെയൊക്കെ അറിവോടുകൂടി ഇത് സഹായത്തോടു കൂടി ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് എ പത്മകുമാർ ആയിരുന്നു. സ്വാഭാവികമായിട്ടും പത്മകുമാറിലേക്ക് എത്തും. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അന്ന്. ഈ പത്മകുമാറിന്റെ കാലത്താണ് ഈ 3 കാര്യങ്ങൾ സംഭവിച്ചത്. ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിലും മുഖ്യവാതിലിലെ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിലും കട്ടളയിലെ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിലും ഒക്കെ ഈ അപഹരണം നടന്നത്, ഈ സ്വർണം കൊള്ളയടിച്ചത് പത്മകുമാറിന്റെ കാലത്താണ്. 2017 മുതൽ അല്ലേ, അദ്ദേഹം 2017 നവംബർ 15 മുതൽ 2019 നവംബർ 15 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കാര്യങ്ങൾ നടന്നതെല്ലാം. അല്ല, തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മുഴുവൻ ഞാൻ വായിച്ചു. ഞാനത് പൂർണ്ണമായിട്ടും വായിച്ചു. 5 പേജ് ഞാൻ വായിച്ചു. അതിനകത്ത് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് തന്നെ മഞ്ജുഷ് പറഞ്ഞത്. അതിനൊന്നും ഒരു തർക്കമില്ല. കാരണം ആർക്കും നിഷേധിക്കാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞതല്ല, പത്മകുമാർ കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ. എന്തായാലും പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് നൽകി എന്നുള്ളൊരു സത്യമാണ്. അപ്പൊ പത്മകുമാറിലേക്ക് ഇത് അടുക്കുന്നു എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് ഒരു വസ്തുതയാണ്. പക്ഷെ പത്മകുമാറാണ് ആരാണ് കുറ്റവാളികൾ എന്ന് പറയാൻ നമുക്ക് എന്താ അധികാരമുണ്ട്? ഞാൻ പത്മകുമാറിനെ ന്യായീകരിക്കാത്തൊരു വ്യക്തിയാണ്. ചർച്ച ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം പത്മകുമാറിനെ അവർ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷെ അയാളെ കുറ്റവാളിയാണെന്ന് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അത് തീരുമാനിക്കേണ്ടത് അന്വേഷണ കോടതിയാണ്. അതിലേക്ക് വരട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് ആരിലേക്കാണ്? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പ്രബലനായ കേരളത്തിൽ ഉന്നത പദവികൾ മാത്രം അലങ്കരിച്ച് 27ാമത്തെ വയസ്സിൽ മാത്രം അലങ്കരിച്ച് വാസുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനായിട്ട് സാധിക്കുമെങ്കിൽ മറ്റുള്ളവർ കുറ്റവാളികളാണ്, അവരെ പിടിക്കും. അതിന് ഈ സർക്കാരിന്റെ ആർജവത്വമാണ് അതിന് പിന്നിലുള്ളത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം, സർക്കാരിന്റെ പ്രവർത്തനമൊന്നും പറയണ്ട. സർക്കാരാണ് ഇവരെയൊക്കെ അവിടെ നിയമിച്ചത്. ഇത്രയും കാലം അവർക്ക് അവിടെ വിഹരിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും. ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ന് പറയൂ. ഹൈക്കോടതിക്കാണ് ഫുൾ മാർക്കും കൊടുക്കേണ്ടത്. അതല്ലായിരുന്നുവെങ്കിൽ ആരും ഇത് അറിയാൻ ഉണ്ടായിരുന്നില്ല. താങ്കൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുമായിരിക്കും. ഏതാണ് PS പ്രശാന്തിന്റെ കാര്യം? സമാനമായ രീതിയിലാണ് 2025 സെപ്റ്റംബറിലും കാര്യങ്ങൾ നടന്നത്. അതിന് 1 വർഷം മുൻപ് തന്നെ അതിനുവേണ്ട കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. അതായത് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ. അതും ഹൈക്കോടതി കണ്ടെത്തി. വിജിലൻസിന്റെയും അതുപോലെ തന്നെ SITയുടെയും ഒക്കെ റിപ്പോർട്ട് പരിഗണിച്ച്. അപ്പോൾ ഹൈക്കോടതിക്കാണ് കൈയടി കൊടുക്കേണ്ടത്, സംസ്ഥാന സർക്കാരിനല്ല. ഇപ്പോൾ നാണം കെട്ട് സംസ്ഥാന സർക്കാർ അവസാനം മുഖം രക്ഷിക്കാൻ വേണ്ടി ജയകുമാർ സാറിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ നാട്ടിലിറങ്ങി നിങ്ങളുടെ റിപ്പോർട്ടർമാരുടെ ജനങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ടാക്കാൻ പറ്റാം എങ്ങനെയാണ് സർക്കാരിന്റെ ഈ റിപ്പോർട്ടൊക്കെ ഒരു തവണ വായിച്ചു നോക്കിയാൽ ജനങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കും. അത്രയേ ഉള്ളൂ. കാരണം അത്രമാത്രം കാര്യങ്ങളുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവുകളിലും അതുപോലെ തന്നെ SITയുടെ അന്വേഷണ റിപ്പോർട്ടിലുമൊക്കെ. അതായത് ഈ അന്വേഷണം 2004 മുതൽ 2014 ഈ പോറ്റി അവിടെ കുടിയേറിയത്. അവിടെ മുതൽ ആരെല്ലാം ഭരിച്ചിരിക്കുന്നു, ഏതെല്ലാം ഓടും പ്രഭാരണെന്നുള്ള അന്വേഷണം നടക്കുന്നതായിട്ടാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിലൂടെ ആരൊക്കെയാണ് ഈ കുറ്റവാളി ലിസ്റ്റിലേക്ക് വരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോധ്യമാകും LDF സർക്കാർ ഭരിച്ചതുകൊണ്ടാണ് ഇത് പുറത്തു വന്നുകൊണ്ടുവരും. പിന്നെ ചോദ്യം ചോദിച്ചതിനകത്ത് റിലവന്റ് ആയ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഈ സർക്കാർ ഭരിക്കുമ്പോഴല്ലേ കളവ് നടക്കണമെന്നുണ്ട്. മൈൻഡ് റീഡിംഗ് മിഷൻ എന്ന് വെച്ചിട്ടില്ലല്ലോ ഒരാളെ ഒരു സ്ഥാപനത്തിലേക്ക് കയറ്റി അയക്കുന്നത് അല്ലെങ്കിൽ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. അവര് കുറ്റവാളിയാണെന്ന് കാണുമ്പോൾ അവരെ പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ നിയമവ്യവസ്ഥയുടെ ബാധ്യത. അത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചുള്ള നിങ്ങൾ ആദ്യമൊക്കെ വ്യാഖ്യാനിച്ചെത്ത ഒരു കാരണവശാലും വാസുവിനെ ഒന്ന് പിടിക്കത്തില്ലെന്നുണ്ടായി. വാസുവിനെ പിടിച്ച് ജയിലിട്ടില്ലേ? എഴുത്തും ചോദിച്ചാൽ വാസുവിനെ പിടിച്ച് വാസു ഉഴപ്പാനൊക്കെ ശ്രമിച്ചു. ഈ പറയുന്ന ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അതേ നൽകിയ വളരെ വിചിത്രമായ കമന്റുകളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഫേസ്ബുക്ക് കുട്ടിയാക്കെതിരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ല. മനുഷ്യ അങ്ങനെയൊന്നും പോകണ്ടല്ല. ഈ ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഇതൊരു UDF സർക്കാരാണെങ്കിൽ ഇത് പുറത്തു വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും വരത്തില്ല. അത് LDF സർക്കാരിൻ്റെതാണ്. അതാണ് ജനങ്ങളുടെ മുമ്പിൽ എന്താണോ പറയുന്നത് അതേപോലെ ചെയ്യുന്നൊരു ഗവൺമെന്റാണ്. അനിൽ പിള്ളയിൽ ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിന് കൂടി മാർക്കിടുകയാണ് ശ്രീ റെജി ലൂക്കോസ്. അതായത് അന്വേഷണ സംഘം ഈ കണ്ടെത്തലുകളൊക്കെ നടത്തുകയും വാസു എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല,
അദ്ദേഹം സർക്കാരിൽ വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് വേണമെങ്കിൽ പോലും പറയാം. സ്ത്രീ പ്രവേശന സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാൾ ശക്തൻ. മഞ്ജുഷ പറയുന്നത് കേൾക്കാൻ വയ്യ. അല്ല, റെജി പറഞ്ഞ കാര്യം താങ്കൾ കേട്ടുവല്ലോ. ഞാൻ കേട്ടു. അതായത് സർക്കാരിനാണ് മാർക്ക് കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് എൻ വാസുവിനെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞതെന്ന്. ശ്രീ റെജി ലൂക്കോസ് പല ചർച്ചകളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്തൊക്കെ തന്നെയും ഈ കേസ് സംഭവിച്ചത് ദുര്യോഗമാണ് എന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് അദ്ദേഹം ആ ടോൺ മാറ്റിയപ്പോൾ സത്യം പറഞ്ഞ സങ്കടമാണ് തോന്നുന്നത്. ഇത് കേരള സംസ്ഥാനത്തെ സർക്കാരിന്റെയോ പിണറായി വിജയൻ സർക്കാരിന്റെയോ ഒരു ആർജവം കൊണ്ടും അല്ല ഇതൊന്നും നടക്കുന്നത്. കാരണം പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും തന്നെ കള്ളന്മാരാണ് എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ ഒരു മാനസപുത്രനായിരുന്നല്ലോ. രണ്ടാമത്തെ മാനസപുത്രനാണല്ലോ വാസു. ഇവരൊക്കെ മുഖ്യമന്ത്രി, വൺ ഹു നോ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്ന് ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്. ഒരാളെ അറിയണമെങ്കിൽ ആ ആളിന്റെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത സൗഹൃദ വിലയത്തിലുള്ള രണ്ട് വ്യക്തികളാണ് ശ്രീ ശിവശങ്കരനും വാസു. ഇവര് രണ്ടുപേരും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് എല്ലാവർക്കും ബോധ്യമായ സ്ഥിതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട് എന്ന് പൊതുസമൂഹം വിശ്വസിച്ചാൽ അതിനെ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ശ്രീ മഞ്ജുഷേ, താങ്കളുടെ ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളിലും കൊടുക്കുന്ന ഒരു വിശേഷണ പദമാണ് ശബരിമലയിലെ കൊള്ള, അല്ലെ ശബരിമലയിലെ മോഷണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഞ്ജുഷിന്റെ കയ്യിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ഉണ്ടല്ലോ. ആ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഇതിനകത്ത് മോഷണം നടന്നതിന്റെ ഒരു ഒഫൻസ് ഇട്ടിട്ടുണ്ടോ? ഇതിന്റെ ഒരു കൊള്ള നടന്നിട്ടുള്ളതിന്റെ ഒഫൻസ് ഇട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. പഴയ IPC കാലത്താണ് ഈ സംഭവങ്ങൾ നടന്നത്. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയാണ്. അതനുസരിച്ച് 379 മോഷണം എന്ന് പറയുന്ന ഒഫൻസിന്റെ യാതൊരു ഒഫൻസ് ഈ കേസിനകത്തും ചാർജ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ FIR-നകത്ത് ഇട്ടിട്ടില്ല. 392 ആണ് കൊള്ള എന്ന് പറഞ്ഞത്, അതിന്റെയും FIR ഇട്ടിട്ടില്ല. ഇതിനകത്ത് എന്താണ്? ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാല് വിശ്വാസപൂർവ്വം ചെയ്യേണ്ട പ്രവൃത്തികൾ വിശ്വാസപൂർവ്വം ചെയ്യാത്തത് നിമിത്തം ആർക്കെങ്കിലും നഷ്ടവും ആർക്കെങ്കിലും ലാഭവും ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒഫൻസുകളുടെ എല്ലാം രത്ന ചുരുക്കം. എന്ന് പറഞ്ഞാല് ഒരു സാധാരണ മജിസ്ട്രേറ്റ് ആണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമല ദേവസ്വത്തിനും അന്യായ നഷ്ടം വരുത്തിയതായി വെളിവായിട്ടുണ്ട്. അതാണ് വകുപ്പുകൾ, അതാണ് 403, 406, 409, 466, 467 അല്ലെ? അത്രേ ഉള്ളൂ. 120B ഉണ്ട്. 120B എന്ന് വെച്ചാൽ ഗൂഢാലോചനയാണ്. 34 രണ്ടോ അതിലധികമോ പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നതിനാണ് 34 എന്ന് പറയുന്ന വകുപ്പ്. ഇതിനകത്ത് ഒരു മോഷണവും നടന്നിട്ടില്ല. ഇത് സാധാരണ ഒരു സിമ്പിൾ കേസ് എന്ന രീതിയിൽ മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ പോലും സാധിക്കുള്ളൂ. അല്ല കൊള്ളയെന്നോ മോഷണമെന്നോ എന്നുള്ള വാക്കുകളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? പ്രതികളെ രക്ഷിക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്നാണോ? അല്ലല്ല, അതിനകത്ത് നമ്മൾ ഇതിന്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനകത്തെ 466 എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് ഒരു പബ്ലിക് സെർവന്റ് ആയിട്ടുള്ള ഒരാൾക്കാർ ചെയ്യുന്ന കുറ്റമാണ് 466. അങ്ങനെ വരുമ്പോൾ പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരമുള്ള സെഷൻസ് ഒഫൻസ് കൂടെ ഈ കേസിനകത്ത് ഇട്ടില്ല എങ്കിൽ ഈ കേസിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നിയമരംഗത്തുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. വാസു നിസ്സാരനായ വ്യക്തിയല്ലല്ലോ. വാസു 2 ടൈം ദേവസ്വം കമ്മീഷണറും 1 ടൈം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്നു. അതിനിടക്കാലത്ത് ക്വാസി ജുഡീഷ്യൽ പവർ ഉള്ള വിജിലൻസിന്റെ ട്രൈബ്യൂണലായി പ്രവർത്തിക്കുകയും ഇപ്പോൾ വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നൊരു വക്കീലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ധാരണയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ നാളിതുവരെ അദ്ദേഹത്തിനെ 2 തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു, 2ാം തവണ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ ഓഫീസിലോ അദ്ദേഹത്തിന്റെ വീട്ടിലോ യാതൊരു വിധമായ റെയ്ഡും നാളിതുവരെ നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് നാളിതുവരെ യാതൊരു രേഖയും പിടിച്ചെടുത്തിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കേസ് വളരെ ഗുരുതരമായ വീക്ക്നെസ് ഈ കേസിനുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് ശ്രീ അനിൽ വിളയിൽ. ഹൈക്കോടതി വെറുതെ ഇരിക്കില്ല. ഇതുവരെ ഹൈക്കോടതിയുടെ ഈ കേസിലുള്ള ഇടപെടൽ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നിനു പിന്നാലെ മറ്റൊന്നായിട്ട് ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്വേഷണ സംഘം ഈ പറയുന്ന ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ വലിയ വിമർശനം നേരിടേണ്ടി വരും.
ഹൈക്കോടതിക്ക് മേൽനോട്ട ചുമതല മാത്രമല്ലേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയൊരു വീട് റെയ്ഡ് ചെയ്യണമെന്നോ ആ വീട്ടിൽ നിന്ന് സാധനങ്ങൾ പിടിച്ചെടുക്കണമെന്നോ പറയാൻ അദ്ദേഹത്തിന് ഹൈക്കോടതിക്ക് അന്വേഷണ സംഘം ഈ എൻ വാസുവിനെ പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മികവും അവിടെ സ്വാധീനത്തിന് അടിപ്പെടാതെയുള്ള പ്രവർത്തനവും എന്ന് പറയേണ്ടി വരില്ലേ ശ്രീ അനിൽ പിള്ളയിൽ? അത് മാത്രമല്ല, അടുത്തതായി എ പത്മകുമാറിലേക്ക് പോവുകയാണ്. പത്മകുമാർ സമയം ചോദിച്ചതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടായേനെ. ഈ കേരള സംസ്ഥാനത്തെ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും ഈ കേസ് ഉണ്ടായ ദിവസം തൊട്ട് അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. ഈ കേസിനകത്ത് വാസു പ്രതിയാണ്, പത്മകുമാർ പ്രതിയാണ്. ഇവരുടെയൊക്കെ അറിവും സമ്മതവും ഇല്ലാതെ, ഇവരുടെ ഗുരുഭൂതന്മാർ കാരണഭൂതന്മാരുടെ കൂടി അറിവില്ലാതെ ഈ കേസിനകത്ത് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് എല്ലാ കൊച്ചു കുട്ടികൾക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസിന്റെ ആദ്യ ഘട്ടത്തില് താങ്കളുടെ ചാനലിൽ ഉൾപ്പെടെ പത്മകുമാർ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ദൈവതുല്യരായി കരുതുന്ന ചില വ്യക്തികൾ എന്നെ ചതിച്ചു എന്ന രീതിയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി. ശ്രീ പത്മകുമാർ എന്ന് പറഞ്ഞ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗം തന്നെയാണ്. അദ്ദേഹം ദൈവതുല്യരായി കരുതുന്ന ഏതായാലും പ്രോട്ടോകോൾ അനുസരിച്ച് അതിന് മുകളിലുള്ള വ്യക്തികളെ ആയിരിക്കുമല്ലോ. അതിന് താഴെയുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, ഏരിയ കമ്മിറ്റി അംഗങ്ങളോ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഒന്നും അദ്ദേഹം ദൈവതുല്യരായി കാണില്ലല്ലോ. അദ്ദേഹം ദൈവതുല്യരായി കാണുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങള്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങള് തുടങ്ങിയ വ്യക്തികളാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഇതിന്റെ അന്വേഷണം ഞങ്ങളെയൊക്കെ മോഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് ഞങ്ങളുടെ ദൈവങ്ങളായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും വാസവനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും അല്ലെ മുഖ്യമന്ത്രി പോലും ആണ് എന്നുള്ളതിന്റെ സൂചനയാണ് പത്മകുമാർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ അന്വേഷണം കൃത്യമായി ഏതെങ്കിലും നല്ല ഒരു ഏജൻസി, ഇതിനകത്ത് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് സംവിധാനത്തിന് ചില പരിമിതികളുണ്ട്. അവർക്ക് ഇതിന്റെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ഹൈക്കോടതിക്ക് ഏതായാലും പരിമിതികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ പരിമിതികളും കേരള പോലീസിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇതിന്റെ അന്വേഷണത്തിന്റെ കൂടുതലായിട്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ പൊതുസമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഏതാണ്ട് വാസുവിലേക്ക് വന്നു, വാസുവിനെ അറസ്റ്റ് ചെയ്തു, അടുത്തത് ഞങ്ങൾ പത്മകുമാറിലേക്ക് പോകും, വേണ്ടി വന്നാൽ ഞങ്ങൾ പ്രശാന്തിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉളവാക്കുക എന്ന് മാത്രമേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ. ഈ പ്രശാന്തിലേക്ക് പോകാൻ എന്തെങ്കിലും തടസ്സം ഇപ്പോൾ ഉണ്ടോ ശ്രീ അനിൽ പിള്ളയിൽ? ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ ഈ വാസുവിനെ അറസ്റ്റ് ചെയ്ത അതേ സാഹചര്യം തന്നെയാണ് പ്രശാന്തിന്റെ കാര്യത്തിലും ഉള്ളത്. പ്രശാന്തും ഈ വാസു കമ്മീഷണറായപ്പോൾ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ വാസു പ്രസിഡന്റായ സമയത്ത് ചെയ്ത പ്രവൃത്തി ഇത് തന്നെയാണ് പ്രശാന്തും ചെയ്തിരിക്കുന്നത്. പ്രശാന്തിനും അറിയാമായിരുന്നു ഇങ്ങനെ കൊടുത്തുവിടുന്നതിലുള്ള പ്രശ്നങ്ങൾ ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ്, ഹൈക്കോടതിയെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കേണ്ടതാണ്, ഇതൊക്കെ അദ്ദേഹത്തിനും അറിയാമായിരുന്നു. എന്തിനീ അനാവശ്യ ധൃതി കാട്ടി? ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും പ്രശാന്ത് ഇതിനകത്ത് ഒരു വിശുദ്ധ പശു ഒന്നുമല്ല. പ്രശാന്തിന് കൃത്യമായിട്ടറിയാം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രശാന്ത്. അവിടെ പഠിച്ച വെട്ടിപ്പിന്റെ ഡിഗ്രിയും ഇവിടെ വന്ന് CPM-ൽ ചേർന്നപ്പോൾ കിട്ടിയ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പോസ്റ്റ് ഗ്രാജുവേഷനോടെ ചേർന്നപ്പോൾ തീർച്ചയായിട്ടും പ്രശാന്ത് ശുദ്ധനായിട്ടുള്ള വ്യക്താവൊന്നുമല്ല, ശുദ്ധനായ 24 ക്യാരറ്റ് കള്ളൻ തന്നെയാണ് പ്രശാന്ത്. എന്ന് വെച്ചാൽ കള്ളത്തരത്തിന്റെ ഡിഗ്രി അദ്ദേഹം UDF-ൽ നിന്നെടുത്തു, കള്ളത്തരത്തിന്റെ PG അദ്ദേഹം LDF-ൽ നിന്നെടുത്തു. ഇത് രണ്ടുകൂടെ ചേർന്ന് ശുദ്ധമായ തട്ടിപ്പ് വാസുവിന്റെ കൂട്ടുള്ള ആൾക്കാരുടെ ഉപദേശവും അദ്ദേഹം തേടിക്കാണുമെന്നുള്ളത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രശാന്തിലേക്ക് കൂടുതൽ അന്വേഷണം പോകും. പക്ഷെ പ്രശാന്തിൽ മാത്രമായിട്ട് അന്വേഷണം നിൽക്കരുത്. അക്കാലത്തെ ദേവസ്വത്തിന്റെ മന്ത്രിമാർ അവരറിയാതെ ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ഇപ്രകാരമുള്ള ഒരു കൊള്ളയ്ക്കുള്ള സാഹചര്യമേ ഇല്ല. അവർക്ക് സാധിക്കില്ല. അത്രമാത്രം വ്യവസ്ഥകളും സംവിധാനങ്ങളും ഉള്ള ഒരു സിസ്റ്റമാണ് ശബരിമലയിൽ ഉള്ളത്. അതിനെ മുതലെടുത്തുകൊണ്ട് ശബരിമലയിലെ കട്ടിളപ്പാളി തുരന്നെടുക്കാനുള്ള ധൈര്യവും തന്റേടവും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്ന പിണറായിയും വാസവനും അല്ലെങ്കിൽ മുൻപുള്ള ദേവസ്വം മന്ത്രിയും ഒക്കെയാണ് പത്മകുമാറിന്റെ ദൈവങ്ങൾ. റെജി ലൂക്കോസ് 2019 ഈ കൊള്ള നടന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി. വീണ്ടും 2025 സമാന സാഹചര്യം ഉണ്ടായപ്പോൾ VN വാസവനാണ് ദേവസ്വം മന്ത്രി. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനത്തിനും, പ്രത്യേകിച്ച് ശബരിമലയിലെ പ്രവർത്തനങ്ങൾക്ക് ഈ മന്ത്രിമാരൊക്കെ മുൻകൈയെടുത്ത് മേൽനോട്ടം വഹിക്കുന്നതും ഒക്കെ നേരിട്ട് കാണുന്നവരാണ് നമ്മളെല്ലാം. അവസാനം അയ്യപ്പ സംഗമത്തിൽ പോലും. ഇന്നലെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോളട്ടെ. ഇന്നലെ ശ്രീ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്തെ 14ാമത്തെ പാരഗ്രാഫ് നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളവാതിലും എന്നുള്ളത് മാത്രമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റാന്നി കോടതിയിൽ ഹാജരാക്കിയ ആ റിമാൻഡ് റിപ്പോർട്ടിൽ
പ്രഭാമണ്ഡലവും അടിച്ചുകൊണ്ടുപോയി എന്നുള്ളതിനെ പറ്റി ഒരു പരാമർശമുണ്ട്. നമ്മൾ ഇതിന്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ ഇതിന്റെ പുരാവസ്തു ഇത് സ്വർണത്തിന്റെ ലക്ഷങ്ങളുടെ വിലയല്ല, ഇതിന്റെ പുരാവസ്തു വാല്യൂ, ഇതിന്റെ ഡിവൈൻ വാല്യൂ അനുസരിച്ചുകൊണ്ട് കോടാനുകോടി രൂപയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, അത് കാര്യം എന്ന് പറയുന്നത് പരിപാവനവും ഏറെ മൂല്യമുള്ളതുമായ ശബരിമല ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളപ്പാളികളിലും അതിനോട് ചേർന്ന പ്രഭാമണ്ഡലത്തിലും സ്വർണം പതിച്ചിട്ടുണ്ടെന്ന് അറിവുണ്ടായിരുന്നിട്ടും മറ്റു പ്രതികളുമായി കൂടി ചേർന്ന് കുറ്റപരമായി ഗൂഢാലോചന നടത്തി. അതായത് ആ ശ്രീകോവിൽ മുഴുവൻ സ്വർണത്തിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു 1998-99 കാലത്ത് എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. 2019 ഈ ഉത്തരവ് നൽകുമ്പോഴും അറിയാമായിരുന്നു. അതിൽ 5-ാം പ്രതി 16/2/2019 മൂന്നാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായ വാസുവിന് നൽകിയ ശുപാർശ കത്തിൽ കട്ടിള പൊതിഞ്ഞിട്ടുള്ള, അതിന്റെ ബ്രാക്കറ്റിൽ മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത്, ശരിക്കും സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ്. പൂശുകയും പൊതിയലും രണ്ടും രണ്ടാണ്. പക്ഷേ പൂശിയിട്ടുള്ളത് എന്നെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു. ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത്, അതായത് കട്ടിള പൊതിഞ്ഞിട്ടുള്ള മുൻപ് സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് ബാംഗ്ലൂർ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനും ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയിൽ തിരികെ സ്ഥാപിക്കുന്നതിനുമുള്ള അനുവാദ ഉത്തരവ് ഉണ്ടാകുന്നതിലേക്കായി വിവരം അറിയിച്ചു കൊള്ളുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ വാസു 6/3/2019 നൽകിയ ഉത്തരവ് പ്രകാരം ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ മനഃപൂർവ്വം ആ ബ്രാക്കറ്റിലുള്ള മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത്, ശരിക്കും പൊതിഞ്ഞിട്ടുള്ളതാണ്, സ്വർണം പൂശിയിട്ടുള്ളത് എന്നത് ഉണ്ടായിരുന്നു, അതും ഒഴിവാക്കി ചെമ്പ് തകിടുകൾ എന്ന് എഴുതി സമർപ്പിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതേ രീതിയിൽ തീരുമാനമെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കി 1-ാം പ്രതിക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ മുതലുകൾ കിട്ടുവാൻ ഇടയാക്കുകയും തുടർന്ന് ഈ മുതലുകൾ 1-ാം പ്രതി ചെന്നൈയിൽ എത്തിച്ച് 1-ാം പ്രതിയും മറ്റു പ്രതികളും ചേർന്ന് സ്വർണം അപഹരിക്കുന്നതിന് ഒത്താശ ചെയ്ത് അവസരമുണ്ടാക്കുകയും കൂടാതെ 3-ാം പ്രതി വാസു ഇന്ന തീയതി വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന 3-ാം പ്രതി വാസുവിന് മറ്റേ പഴയ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഞാൻ കുറച്ച് സ്വർണം പൂശിയതിന് ബാക്കി ഇരിപ്പുണ്ട്, ആ സ്വർണം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വാസുവിനും ഇമെയിൽ അയക്കുന്നു. അതായത് വാസു കുറച്ചു കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ പ്രസിഡന്റായി ചുമതലയേറ്റ സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു ഇമെയിലും അവസാനം അയക്കുന്നത്. ഇതൊക്കെ സംശയപരമായി അന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഈ കാര്യങ്ങളാണ്. അതായത് ആ കട്ടിളപ്പാളികളിലെ സ്വർണ്ണത്തകിടുകൾ, സ്വർണം പൊതിഞ്ഞ ആ തകിടുകൾ എടുത്തു മാറ്റി അത് ചെമ്പാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി അതിലെ സ്വർണം അപഹരിച്ചു എന്നുള്ളതാണ് കൃത്യമാണ് കാര്യങ്ങൾ. പ്രഭാമണ്ഡലം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുവരെ നമ്മുടെ ചർച്ചകളിലേക്ക് കടന്നു വരാതെ പോയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത്. ശബരിമല ഭഗവാന്റെ പ്രഭ നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കട്ടിളപ്പാളിയും ദ്വാരശില്പങ്ങളുടെ മുഖാവരണങ്ങളും ഇത് പ്രഭാമണ്ഡലവും ഈ കൂട്ടർ അടിച്ചുകൊണ്ട് പോയി എന്ന് തന്നെ കൃത്യമാണ്. അതായത് എവിടെയൊക്കെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടോ ആ സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് സിമ്പിൾ. കാരണം ഇത് 98-99 കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയിട്ട് പകരം കുറച്ച് സ്വർണം എടുത്ത് പൂശി, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കാൻ എളുപ്പം അതാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇതിനും മുകളിലേക്ക് അന്വേഷണം പോകണമെന്നാണ് ശ്രീ അനിൽ വിളയിൽ പറയുന്നത്. അല്ല, ബഹുമാനപ്പെട്ട അനിൽ വിളയിൽ സാറിന് 2 തിരുത്തമുണ്ട്. ഒന്ന്, ചർച്ചകളിൽ തുടങ്ങിയ ഈ വിഷയത്തിൽ ചർച്ച തുടങ്ങിയ അതുപോലെ ഇന്ന് വരെ ഒരേ നിലപാടത്തിലാണ്. ഞാൻ മറ്റൊന്നും നോക്കാനുണ്ട്, അല്ലെങ്കിൽ അണുവിടെ മാറിയിട്ടില്ല. പക്ഷെ ഒരു ജഡ്ജിയായി എനിക്ക് ചർച്ചയിൽ ഇരിക്കാൻ പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ല. അത് മാത്രമല്ല. 2ാമത്തെ കാര്യം, പത്മകുമാർ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമല്ല, അതായത് കേവലം ജില്ലാ കമ്മിറ്റി മെമ്പർ മാത്രമാണ്. അത് മനസ്സിലാക്കാതെ ഒരു തവണ അദ്ദേഹം MLA-യുമായിട്ടുണ്ട്. ഇനി നിങ്ങളിവിടെ ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഈ ചർച്ച സ്പർശിക്കാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഈ എൻ വാസു ദേവസ്വം കമ്മീഷൻ ആയിരിക്കുന്ന സമയത്താണ് ഈ കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ട് പോകുന്നത്, അറിയോ? ആ കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ട് പോകുന്നത് ഇദ്ദേഹത്തിന്റെ കമ്മീഷണർ ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുള്ളവരും അവരോട് റിപ്പോർട്ടർ അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കിയ വീഴ്ച. അല്ലാതെ ദ്വാരപാല ശില്പത്തിൽ സ്വർണ്ണം ക്ലാഡ് ചെയ്തതോ മറ്റൊന്നും അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഒരു പഴിയോ ഒരു പരാതിയോ അദ്ദേഹത്തിനെ കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞില്ല. ഞങ്ങൾക്ക് അത് വേർതിരിച്ചറിയാം. ശ്രീ റെജി ലൂക്കോസ്, എല്ലായിടങ്ങളിൽ നിന്നും അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിച്ചിട്ടുള്ള സ്വർണ്ണ തകിടുകൾ അതും അടിച്ചുകൊണ്ടുപോയി, എന്നിട്ട് സ്വർണം മാറ്റി പ്രധാന വാതിൽ അതേപടി തന്നെ അടിച്ചുകൊണ്ട് പോയിരുന്നു. എന്നിട്ട് പിന്നെ തേക്ക് കൊണ്ട് പുതിയ വാതിലാണ് ഉണ്ടാക്കി വെച്ചത്. അതിലെ സ്വർണ്ണപ്പാളികളും കൊണ്ടുപോയി, കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും കൊണ്ടുപോയി. ഇത് മൂന്ന് കാര്യങ്ങളാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിൽ 2 കാര്യങ്ങളിൽ വാസുണ്ട്. പ്രതിയായിട്ടുള്ളത് ഈ കട്ടിളയുടെ സ്വർണ്ണപ്പാളികൾ അത് ചെമ്പുപാളികളാക്കിയതിനാണ്. ഈ വാസു കമ്മീഷണറായിരുന്ന സമയത്ത് തന്നെയാണ് മുഖ്യവാതിലിലെ സ്വർണ്ണപ്പാളികൾ പോയതും കേട്ടോ. അതുകൊണ്ട്
മാർച്ച് മാസത്തിലാണ്, 2019 മാർച്ച് മാസം. അന്നും കമ്മീഷണറായിരുന്നു അദ്ദേഹം. പക്ഷെ അതിലേക്ക് പൊതുപട്ടികയിൽ അദ്ദേഹം വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പൂർണ്ണമായ രീതിയിൽ അന്വേഷണങ്ങൾ പൂർത്തീകരിക്കട്ടെ. വാസു ഒരു വിശുദ്ധ പശുവല്ലാന്ന് അനിസാണ് പറഞ്ഞതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഞാനൊക്കെ ഈ ചർച്ചകൾ മുമ്പ് തന്നെ പറഞ്ഞു. പിന്നെ ഇപ്പൊ അടുത്ത പ്രശാന്തും വിശുദ്ധ പശു അല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രശാന്തും അല്ല എന്നാണ്. പ്രശാന്ത് ക്ഷമിക്കണം, പ്രശാന്ത്, ഐ എം സോറി, പ്രശാന്ത്, മിസ്റ്റേക്ക് ഉണ്ട്, പാർഡൺ മീ. പ്രശാന്ത് ഒരു വിശുദ്ധ പശു അല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. അതിനോട് ഞാൻ യോജിക്കത്തില്ല. ഞാൻ എനിക്ക് തെറ്റിപ്പോയത്. കാരണം വെച്ചാല് പ്രശാന്ത് എന്ന് പറയുന്ന ആള് കേവലം 2 വർഷം മാത്രമേ ഈ ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളൂ. അദ്ദേഹം 2023 നവംബർ 15 മുതൽ ഈ കഴിഞ്ഞ നവംബർ 15 വരെ മതിയല്ലോ, അത് തന്നെ കൂടിയ കാലമായിരുന്നു. മതിയല്ലോ. ആ സമയത്താണ് ആ സമയത്ത് അദ്ദേഹം കാണിച്ച വിക്രിയ കാരണമാണ് കോടതി ഇത് കയ്യോടെ പിടിക്കാൻ ഇടയായത്. അല്ല മഞ്ജുഷ, എന്നെ കൂടെ പറയിപ്പിക്കുക. അദ്ദേഹത്തിന് ദീർഘമായി എന്റെ സമയം അദ്ദേഹത്തിന് കൊടുത്തില്ല. ഞാൻ അംഗീകരിച്ചില്ല. ഞാനൊന്ന് പറയട്ടെ. അതായത് അദ്ദേഹം ചെയ്ത തെറ്റെന്താ? അദ്ദേഹം ചെയ്ത തെറ്റെന്ന് ഞാൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന് പറ്റിയ പെശകെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന സ്പോൺസർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 40 വർഷത്തെ ഗ്യാരണ്ടി കൊടുത്തു. ഗ്യാരണ്ടി എന്നുള്ള നിലയ്ക്കും സ്പോൺസർ ഉള്ള നിലയ്ക്കും അയാളൊരു മെയിൽ കൊടുക്കുന്നു. അയാൾ ബന്ധപ്പെടുന്നു. ഞാനത് വീണ്ടും പൂശാനായിട്ട് കൊണ്ടുപോകുന്നു പറയുമ്പോൾ ഈ പ്രശാന്ത് ചെയ്ത എന്താ? അയാളെ കൊടുത്തുവിട്ടില്ല. അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിലാണ് നേരിട്ട് കൊടുത്തുവിട്ട് തിരിച്ചു വന്നു. പക്ഷെ അങ്ങനെ അത് അറിയിക്കേണ്ടവർ, എനിക്ക് തോന്നുന്നത് ശബരിമല ഡെപ്യൂട്ടി കമ്മീഷണർക്കാണെന്ന് തോന്നുന്നു. അത് തിരുവാഭരണ കമ്മീഷണർ അറിയിക്കേണ്ടതായിരുന്നു. കോടതിയുടെ നിർദ്ദേശം അദ്ദേഹം അറിയിച്ചില്ല. കോടതിയിൽ അദ്ദേഹം അതിനുവേണ്ടി മാപ്പ് എഴുതി കൊടുത്തു. അതിന് അനന്തര ഫലങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് മാപ്പ് അപേക്ഷിച്ചത് അംഗീകരിച്ചു വന്നു, അതെല്ലാം അഡ്മിറ്റ് ചെയ്തില്ല. 2 വേദങ്ങളുണ്ട്. അല്ല, കോടതി കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിലും പറയുന്നുണ്ട് അത് ദേവസ്വം മാനുവലിനെതിരാണ്. അത് മാത്രമല്ല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല. അതൊക്കെ ഈ 2019 തട്ടിപ്പ് ആവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്ന്. അപ്പോൾ പ്രശാന്തിനെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? വിശുദ്ധ പശുവെന്നോ? അദ്ദേഹത്തിനോട് എന്തിനായിരുന്നു അദ്ദേഹത്തിന് ഇത്ര തിടുക്കമെന്നൊരു ചോദ്യം കൂടെ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിരുന്ന ഹ്യൂമൻ മിസ്റ്റേക്ക് എന്നല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള മിസ്റ്റേക്കോ? ഇതെന്താണ് താങ്കൾ ഈ പറയുന്നത്? എന്ത് സ്വാഭാവികം? ഇത്രയും സ്വർണം അടിച്ചുകൊണ്ടുപോയ കഥകളെല്ലാം വെളിയിൽ വന്നിട്ടും സ്വാഭാവികമായിട്ടുള്ള മിസ്റ്റേക്ക് എന്നൊക്കെ പറയുമ്പോൾ താങ്കളെ ഏത് രീതിയിലാണ് ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്താണെന്ന് പറയണം പൂർത്തീകരിക്കുകയാണ്. മഞ്ജുഷ് ഇങ്ങനെ ഇടപെട്ടോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മിസ്റ്റേക്ക്, നമ്മളെ എന്താ പറയുക, നെഗറ്റീവ് ആയിട്ടുള്ള ജനങ്ങളാണ്. ഞാൻ പറഞ്ഞതൊക്കെ ഒരു വാദ്യമായാലും കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അദ്ദേഹമായിട്ട് നിങ്ങൾ എത്ര സമയം സംസാരിച്ചു? എന്റെ സമയം കൂടെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു മനുഷ്യന്റെ ഭാഗത്ത് ഒരു എററായിട്ടോ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ അത് കണക്ക് കൂട്ടാവുന്ന രീതിയിലാണോ വരുന്നത് അല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതായത് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു വീഴ്ചയാണ്. ഒരു ഉത്തരവാദിത്വ പോസ്റ്റ് ഇരിക്കുന്ന ഒരാള് പ്രത്യേകിച്ച് ഗവൺമെന്റ് അംഗീകരിച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിലൊക്കെ ഉപരിയായിട്ട് ഇതുപോലുള്ള സ്ഥാപനത്തിന്റെ ഇതുപോലൊരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതിന് അതായത് വീഴ്ചകൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം മോഷ്ടാവാണ് അദ്ദേഹം അടിച്ചെടുത്തത് പറയുന്നതുകൊണ്ട് എനിക്കെന്തോ ഇതുവരെ യോജിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലയളവിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അത് തന്നെയല്ലേ കൊടുത്തുവിട്ട സമയത്ത് ഇതിനകത്ത് അധികം സ്വർണ്ണമാണ് തിരികെ വന്നിരിക്കുന്നത്. പക്ഷേ വാസു കമ്മീഷണർ ആയിരുന്ന കാലത്തും ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും ആണ് ഈ പറയുന്ന രീതിയിലുള്ള വീഴ്ചകൾ എന്നുള്ള വാക്കിനോട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ലാഘവത്തോടെ കാണണ്ട. ഈ തെറ്റോടെ സംഭവിച്ചത് തെറ്റാണ്. അല്ലല്ല, 3 പേരുടെയും കാലത്ത്, അല്ല 3 പേരെന്ന് പറയുമ്പോൾ വാസുവും പത്മകുമാറും ഒന്നിച്ചാണ് ഇരുന്നത്. ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയം വാസു ദേവസ്വം കമ്മീഷണറും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും. ഈ 2 പേരും അതോടൊപ്പം തന്നെ പ്രശാന്തും ചെയ്തത് സമാനമായ കാര്യം. ഞാൻ ആ നിലപാടിൽ നിൽക്കുകയാണ്. 3 പേരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. അത് സ്വർണം തട്ടിക്കുന്നതിനുള്ള വേല തന്നെയായിരുന്നു. ഇപ്പോൾ വാസു ഇതിൽ അപരാധിയാണെങ്കിൽ പ്രശാന്തും അപരാധിയാണ്, പത്മകുമാറും അപരാധിയാണ്. അല്ലെങ്കിൽ 3 പേരും നിരപരാധി. ഡിബേറ്റ് മുമ്പോട്ട് പോകത്തുള്ളൂ. അതിൽ തർക്കമില്ല. ജനങ്ങൾ തിരിച്ചറിയണേ. അല്ലല്ല, നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും PS പ്രശാന്ത് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഒഴിയാൻ കഴിയും? ശ്രീ റെജി ലൂക്കോസ്, ഇത് നിസ്സാര കാര്യമല്ല. കിലോ കണക്കിന് സ്വർണം അടിച്ചു കൊണ്ടുപോയ സംഭവമാണ്. നിങ്ങൾക്കിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. ഞാൻ മുഖ്യമന്ത്രിയുടെ പേരൊന്നും ഇതിലേക്ക് ഒരു സമയത്തും വലിച്ചഴിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അറിവോടെയൊക്കെയാണ് ഇത് നടന്നതെന്ന് പറയുവാനുള്ള മണ്ടത്തരമൊന്നും എനിക്കില്ല. പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിൽ താങ്കൾ എന്തിനാണ് ഈ ന്യായീകരണ പുലിയായി മാറുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടാണല്ലോ 8-9 മാസങ്ങൾക്ക് മുമ്പ് മാത്രം കൃത്യം 1 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ചാർജ് എടുത്ത അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത BN വാസവനെ അനാവശ്യമായിട്ട് ഇതിനകത്ത് വലിച്ചടിക്കുന്നത്. മന്ത്രിക്കൊരു ഉത്തരവാദിത്തമില്ലേ? അല്ല, ശബരിമലയിലെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും ഒക്കെ നേട്ടങ്ങൾ അവകാശപ്പെടുന്ന മന്ത്രിക്ക് ഇങ്ങനെ കോട്ടം സംഭവിക്കുമ്പോഴും അത് ഏറ്റെടുക്കുവാനുള്ള ആർജവം ഉണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണ് ഈ വലിച്ചിഴക്കുന്നത്. അല്ല, നിങ്ങൾ പറയുന്ന പോലെ അദ്ദേഹം നിന്ന് തരണോ? അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഈ കഴിഞ്ഞ തവണ ഈ പ്രതിപക്ഷ നേതാവും PV മുരളീധരനെ പോലെ മുൻ കേന്ദ്രമന്ത്രി ശബരിമല ചെന്ന്
മുക്തയുടെ പ്രശംസിച്ചത്. ഇവിടെ ഒരു കുറവുമില്ല, ഭംഗിയായിട്ട് പോകണമെന്ന് പറഞ്ഞത്. അദ്ദേഹം ചാർജ് എടുത്തതിന്റെ 2ാമത്തെ മാസമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താ അറിയോ? നമ്മളുടെ ഈ ആരോപണങ്ങൾ ഗ്രാപിച്ച് ഇടിഞ്ഞു പോകും. കാരണം ആ മനുഷ്യനിലേക്ക് ലോക മലയാളികൾക്ക് ഉള്ളിൽ അറിയാം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള മന്ത്രിയാണ് അദ്ദേഹം. ശബരിമലയിലെ കളവരൊക്കെ ഈ 1 വർഷം കൊണ്ട് കൂട്ടു നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ അത് തിരിച്ചറിയും, അത് തെറ്റാണെന്നുള്ളത്. അതുകൊണ്ട് പിൻ പോയിന്റ് ചെയ്യേണ്ടത് കുറ്റവാളികൾക്ക് നേരെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീരവാസവന്റെ വ്യക്തമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നത്. വളരെ ക്ലിയറാ. എനിക്ക് അദ്ദേഹത്തിന് പരിചയം ഉണ്ടാകും, വേറെ പ്രശ്നമാണ്. പക്ഷെ പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ വെള്ളപൂശിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് അപാകത ഉണ്ടെങ്കിൽ ഈ SIT അദ്ദേഹത്തിലേക്ക് എത്തട്ടെ. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഞാൻ തെറ്റുകാരനാണ്, എന്നെ അറസ്റ്റ് ചെയ്യണം. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. അത് വാസുവും പറഞ്ഞിരുന്നു. വാസു പറഞ്ഞിരുന്നത് കുറെ ഫയലുകളുമായിട്ട് വരികയായിരുന്നു ന്യായീകരിക്കുന്നതിന് വേണ്ടി. അതെല്ലാം കള്ളമാണ് തെളിഞ്ഞല്ലോ. അപ്പോൾ പ്രശാന്ത് അത് തന്നെയേ ഉള്ളൂ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ, എന്നിലേക്ക് ഇതെന്തിനാണ് കേന്ദ്രീകരിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ മുമ്പ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എനിക്കെതിരെ ശത്രുതാപരമായ മനോഭാവം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രശാന്ത് ഒഴിയാൻ ശ്രമിക്കുന്നത്. എന്തായാലും പ്രശാന്തിനെ ആ പദവിയിൽ ഇരുത്താൻ ഇനി തുടരാൻ അനുവദിക്കാത്തത് നന്നായി കേട്ടോ. അതല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നേനെ. റജിക്ക് ഇത്രയും പോലും ന്യായീകരിക്കാനുള്ള അവസരം ഇവിടെ കിട്ടില്ലായിരുന്നു. അല്ല മഞ്ജുഷ, വേറൊന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുന്ന നമ്പർ 1 പേഴ്സൺ എന്ന് പറയുന്നത്, ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ഏറ്റവും ജനകീയനായ ആൾ എന്ന് പറയുന്നത് K. ജയകുമാർ IAS. അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തില്ലേ? വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് കൊടുത്തത്? ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നുവെങ്കിൽ റജി ലൂക്കോസ് താങ്കൾക്ക് ചർച്ചയിൽ വന്നിരുന്നു ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായേനെ. ഓരോ വാചകം താങ്കൾ പറയുമ്പോഴും ഞാൻ ഇടപെട്ടേനെ. അല്ല വേറൊന്നുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ മുഴുവൻ ഫ്രോഡുകളാണ്, കള്ളന്മാരാണ്. ഞങ്ങൾക്ക് തെറ്റായ ധാരണ, അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ നല്ല നേതാക്കന്മാര് 3 രാഷ്ട്രീയ കക്ഷി 3 മുന്നണിയിലുണ്ട്, നല്ല നേതാക്കന്മാര്. അതിൽ ഒരു പടി മുന്നിൽ ഞങ്ങളുടെ പാർട്ടിയാന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിസ്തർക്കം പറയാം. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്. അങ്ങനെയാണ് പിന്നെ ഇവിടെ ജനാധിപത്യത്തിന്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും ആവശ്യമുള്ളൂ. രാജാവാൾ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ട്, ഞാൻ അങ്ങനെ വിളിക്കുന്നുള്ളൂ. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിങ്ങൾ അവസാനം നിയമിച്ച രാഷ്ട്രീയക്കാരൊക്കെ കള്ളന്മാരായിപ്പോയി. അല്ല അതെങ്ങനെയാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ആ വാക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കണ്ടേ? ഇത്രയും സ്വർണം അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയ സമയത്ത് ഇവരല്ലായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പത്മകുമാറും പ്രശാന്തും ഒക്കെ? നിസ്സാര സ്വർണ്ണമാണോ? 32 കിലോ സ്വർണം പോയി. 32 കിലോ സ്വർണം പോയി. നിസ്സാരമല്ല ഇതൊന്നും. 32 കിലോ സ്വർണം പോയി. രൂക്ഷമായിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നോ ഡൗട്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൾമുനയിലാണ് ഇവർ നിൽക്കുന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനം എടുക്കട്ടെ, അവരെ ആ ജയിലിലിടട്ടെ. എനിക്ക് കുമാരൻ ജയിലിലിടണം തന്നെയാ ഒരു കട്ടറുണ്ടെങ്കിൽ. കാരണം ശബരിമല അത്രയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. എന്റെ നാട്ടിലൂടെ ഒഴുകുന്ന ലക്ഷക്കണക്കിന് ശബരിമല ഭക്തരെ ഓൾമോസ്റ്റ് ആളുകൾ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന. അത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഈ മതേതര കേരളത്തിന്റെ സിംബലായ മഹത്തായ ആ സ്ഥാപനത്തിൽ കൊള്ളയടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിക്കുന്നുണ്ട്. ഇവന്മാരെ എല്ലാം ശരി, ഒരു സംശയമില്ല. ശ്രീ അനിൽ പിള്ളയിൽ ഇതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പോൾ കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിൽ പോലും തുടങ്ങിയ സമയത്ത് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം പോയി എന്നുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത്. അതിന്മേലുള്ള ചർച്ചകളും ഹൈക്കോടതി ആദ്യ ഉത്തരവ് വന്നത് അതിൽ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു വാസു രക്ഷപ്പെടുവാനുള്ള ഒരു പഴുത് അവിടെ കണ്ടുപിടിച്ചത്. അദ്ദേഹം പറഞ്ഞത് 2019 മാർച്ച് 31 ശേഷം ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല, പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് 2019 നവംബർ 15 പ്രസിഡന്റായിട്ട് വരുന്നു. കമ്മീഷണർ പദവിയിൽ നിന്ന് മാർച്ച് 31 വിരമിച്ച ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത് നവംബർ 15 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായാണ്. അതിനിടയിലുള്ള കാലയളവിലാണ് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയത്. പിന്നീട് അത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നത്, അതിൽ ഒറിജിനൽ ഉണ്ടായിരുന്ന സ്വർണം നഷ്ടമായത്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. അദ്ദേഹം ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതോ ഒരു 3-ാം കൈ അവിടെ പ്രവർത്തിച്ചു. കൃത്യമായിട്ടുള്ള വിവരം ഹൈക്കോടതിക്ക് കിട്ടി. ഇതിനിടയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ജൂൺ മാസത്തിൽ എഴുതിയ ഒരു കത്ത്, അതായത് ഞാൻ മുമ്പ് അവിടെ ഈ മുഖ്യവാതിലിൽ സ്വർണം പൂശിയിരുന്നുവല്ലോ, അപ്പോൾ ആ ഒരു പരിചയം എനിക്കുണ്ട്, അതുകൊണ്ട് ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, സ്വർണം പൂശി തിരികെ എത്തിക്കാമെന്ന്. അതിൽ പിടിച്ചുള്ള അന്വേഷണമാണ് ഈ എൻ വാസു കമ്മീഷണറായിരുന്ന സമയത്തെ 2 തട്ടിപ്പുകളിലേക്ക് പോയത്. അതിൽ മുഖ്യവാതിലിൻ്റെ കാര്യം, അതുപോലെ തന്നെ കട്ടിളപ്പാളികളിലെ സ്വർണത്തിൻ്റെ കാര്യം. അതിൽ കട്ടിളപ്പാളികളുടെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ വാസുവിൻ്റെ നിർദ്ദേശം, അവിടെ ആ ഉത്തരവ് അത് കണ്ടെത്തുകയും ചെയ്തു. അതോടെ വാസു അകത്തായി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിലും ഇത് തെളിഞ്ഞു വരട്ടെന്നേ. പ്രശാന്തിൻ്റെ കാര്യത്തിലുമുണ്ട് അനാവശ്യമായി കാട്ടിയ ധൃതി. എന്തിനാണ് മണ്ഡല മകരവിളക്ക് കാലത്തിന് മുൻപ് തന്നെ ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി ചെയ്യണം, അത് കറുത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ധൃതി പിടിച്ച് ഒരു നിർദ്ദേശം നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്. അപ്പോൾ വാസു എന്ത് ചെയ്തു അത് തന്നെ പ്രശാന്തും ചെയ്തിട്ടുണ്ട്.
അല്ല ഞാൻ പറയുന്നത് അത് തെളിഞ്ഞു വരട്ടെ. ശരി ശരി അത് ആർക്കാണ് തെറ്റിരിക്കുന്നത്? ശരി ആർക്കാണ് അനിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? അനിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ മോഷണ പരമ്പരകളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ശബരിമലയിലെ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഒരു സാധനം അവിടുന്ന് മോഷ്ടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരാദ്യം കണ്ണുവെക്കും ആ സാധനത്തിൽ. ഇന്നതാണ് ഞങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയാൽ അത് കൊള്ളത്തില്ല, അതിന് കേടുപാട് വന്നു, അതിന് വൈകല്യം ഉണ്ടായി എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് ആദ്യത്തെ നടപടി. അതിനുശേഷം ഈ രംഗത്ത് യാതൊരു പരിചയവുമില്ലാത്ത ആൾക്കാരെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ചതിന് ശേഷം ഈ രംഗത്ത് യാതൊരു വിധമായ പരിചയവുമില്ലാത്ത ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് അവർക്ക് വേണ്ട മോഷണം നടത്തി അവർക്ക് വേണ്ട സ്വത്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ശബരിമലയിലെ മോഷണങ്ങളുടെ നാൾവഴി പരിശോധിക്കുമ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ശ്രീ വാസുവിനെതിരെ ഈ കേരളത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റാന്നി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, മോഷണവുമായി ബന്ധപ്പെട്ട 379 എന്ന് പറയുന്ന IPCയിലെ ഒരു സെക്ഷൻ പോലും ഇട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവര് മോഷ്ടിച്ച് യാതൊരു വിധമായ ലാഭവും ഉണ്ടാക്കി എന്ന് ഒരിടത്തും രേഖയില്ല എന്നുള്ള രീതിയിലാണ് ആ ഒഫൻസ് ഇടാതിരുന്നത്. പക്ഷെ ശ്രീ മഞ്ജുഷേ, താങ്കളുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഇന്നലത്തെ റിമാൻഡ് റിപ്പോർട്ടിന്റെ 14ാമത്തെ പാരഗ്രാഫിന്റെ അവസാന ഭാഗം നമ്മളൊന്ന് നോക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ നടപടി നമുക്ക് കാണാൻ സാധിക്കും. 1-ാം പ്രതിയും മറ്റു പ്രതികളും തിരുവിതാംകൂർ ദേവസ്വത്തിനും ശബരിമല ദേവസ്വത്തിനും അന്യായ നഷ്ടം വരുത്തിയതായി തെളിവായിട്ടുണ്ട്. സ്വർണം അപഹരിച്ചെടുത്ത് അന്യായമായ നഷ്ടം ഉളവാക്കിയിട്ടുണ്ട്. അപഹരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മോഷണം തന്നെയാണ്. അപഹരിച്ചെടുത്തു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറയുകയും ഈ മോഷണത്തിന്റെ IPCയുടെ 379 എന്ന് പറയുന്ന വകുപ്പ് ഇടാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ കേസ് ഭാവിയിൽ തകിടം മറിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരും വിദഗ്ധന്മാരായിട്ടുള്ള നിയമജ്ഞരും ഒക്കെ കൂടെ ചേർന്ന് ഒരു തിരക്കഥ ഉണ്ടാക്കി ഹൈക്കോടതിയെ പിണക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീ വാസുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരായ വ്യക്തികളെ ഇത്തരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിക്കുമ്പോഴും രാഷ്ട്രീയം ഇല്ലാത്ത ജയകുമാറിനെ ഏൽപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന അപകടം ഇതിനകത്ത് തന്നെയുണ്ട്. ശ്രീ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിക്കും പരിമിതികളൊക്കെ ഉണ്ട്. അദ്ദേഹം വളരെ വലിയ ഒന്നുമല്ല, അദ്ദേഹം പിണറായിയുടെ ഒരു ഭക്തൻ തന്നെയാണ്. അദ്ദേഹം പെൻഷൻ പറ്റിയതിനു ശേഷം ഈ സർക്കാരിന്റെ കണ്ണിൽ ഉണ്ണിയായിട്ട് പല പദവികളും വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തുഞ്ചൻ സർവകലാശാലയുടെ സ്ഥലമെടുപ്പ്. പക്ഷെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പദവികൾ ഇരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമോ അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഇപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് എന്റെ ഒരു നിലപാട്. കമ്മീഷണറായിരുന്ന കാലത്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു നല്ല കാര്യം താങ്കൾക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഒരു നല്ല കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല. ശബരിമലയിൽ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന കാലത്ത് ശ്രീ ജയകുമാർ യാതൊരു നല്ല കാര്യവും ചെയ്തിട്ടില്ല. വളരെ കൃത്യമാണ്, ഒന്നും ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കും. അദ്ദേഹം അത്ര നല്ല വ്യക്തിയൊന്നുമല്ല. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അതേപോലെ തന്നെ IMGയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ മണ്ടയ്ക്കുണ്ട്. അദ്ദേഹം ഒരു പിണറായി ഭക്തനാണ്, ചിലപ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കൂടിയാവാം. അദ്ദേഹത്തിന് ശബരിമലയെ പറ്റി നല്ല പാട്ടുകൾ എഴുതാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളതല്ലാതെ ശബരിമലയെ മാറ്റിമറിക്കാനൊന്നും ശ്രീ ജയകുമാറിന് സാധിക്കില്ല. അതിന്റെ കാരണം ശബരിമലയിലെ ഭരണം നടത്തുന്നത് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ട്രേഡ് യൂണിയൻ സിസ്റ്റമാണ്. ആ ട്രേഡ് യൂണിയൻ സിസ്റ്റത്തിന്റെ ബലത്തിനകത്ത് നിന്നുകൊണ്ട് ശ്രീ ജയകുമാറിന് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് വാസ്തവമാണ്. ശ്രീ ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നൊരു പാവയായിട്ടിരിക്കുകയാണ്. കയ്യടി നേടാൻ വേണ്ടിയും ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയും ഞങ്ങൾ രാഷ്ട്രീയക്കാരെ ഒന്നും നിയമിച്ചിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മുഖം മിനുക്കുവാനുള്ള ഒരു മാർഗം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ആ രീതിയിൽ കാണണ്ട കെ ജയകുമാറിനെ. പിന്നെ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഉണ്ടാകില്ലായിരിക്കും. പിന്നെ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് അവിടെ ഇനി അല്ലല്ല ശബരിമല സന്നിധാനത്ത് അടുത്ത സമയത്തൊന്നും ഈ രീതിയിലുള്ള ഒരു മോഷണത്തിന് വേറെ ആരും ഉദ്യോഗസ്ഥർക്കൊന്നും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലല്ല ഇനി ബാക്കിയൊന്നും ഉണ്ടാവില്ല. അവിടെ മോഷ്ടിക്കാനൊന്നുമില്ല. മോഷ്ടിക്കേണ്ടതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് വാസുവും പത്മകുമാറും പ്രശാന്തും പോയി കഴിഞ്ഞ ഒരു അവസരത്തില് ഇനി ജയകുമാർ സാറിന്റെ കാലത്ത് അവിടുന്ന് മോഷ്ടിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് പൊതുസമൂഹത്തിനെല്ലാം അറിയാം. അതുകൊണ്ട് ജയകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനൊക്കുന്ന ഒറ്റ കാര്യം, ശബരിമല പോയിരുന്ന് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കും. അവിടുത്തെ അന്തരീക്ഷത്തിൽ അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ രചിക്കാനുള്ള ഒരു ഒറ്റ കഴിവ് മാത്രമേ അദ്ദേഹം. പ്രശാന്ത് തുടരാത്തത് നല്ല കാര്യം, പ്രശാന്ത് തുടരാൻ അനുവാദം നൽകാത്തത് നല്ല കാര്യം. ശ്രീ പണിക്കർ ഇവിടെ ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നത് കൊണ്ടാണ്. അത് സർക്കാരിനുള്ള ഒരു ക്രെഡിറ്റ് ആണല്ലോ. ശ്രീ റജി ഇവിടെ തുടക്കത്തിൽ തന്നെ അതായിരുന്നു സൂചിപ്പിച്ചത്. അതാണ് എൻ വാസു എന്ന പ്രമുഖനിലേക്ക് അന്വേഷണം എത്തിയതും അദ്ദേഹം ഇപ്പോൾ ജയിലിലായതുമെന്ന്.
അല്ലത് സർക്കാരിന്റെ ക്രെഡിറ്റിലേക്കാണ് അത് പോകുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അത് കോടതിയുടെ ക്രെഡിറ്റിലേക്കാണ് പോകേണ്ടത്. കാരണം അന്വേഷിക്കുന്നത് പോലീസാണ്, SIT ആണ് എങ്കിൽ പോലും അത് നേരിട്ട് കോർട്ടിന്റെ നിയന്ത്രണത്തിലാണ്. അതല്ലാതെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതുവഴി സർക്കാരോ ഒന്നും തന്നെ മേൽനോട്ടം നൽകുന്ന ഒരു അന്വേഷണമല്ല ശബരിമലയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർട്ട് മോണിറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്വയറിക്ക് എത്രത്തോളം പരിരക്ഷ കോടതിയിൽ നിന്ന് കിട്ടുമോ, ആരെയാണോ ഇത് ബോധിപ്പിക്കേണ്ടത്, മറ്റാരെയൊക്കെയാണോ പരിഗണിക്കേണ്ടതില്ലാത്തത്, ഇതിന്റെ എല്ലാവിധ അഡ്വാൻറ്റേജും നിലവിലുള്ള SIT എൻക്വയറിക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു എന്തുകൊണ്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ താമസിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയവും അന്വേഷണം തുടങ്ങിയ സമയവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമായിരുന്നുവെങ്കിൽ ഈ സമയത്തിനകം ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് മാത്രമല്ല, ഏതെങ്കിലും സമയത്ത് ഈ അന്വേഷണം ശ്രീ വാസുവിലേക്ക് എത്തുകയോ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് വേണം നമ്മൾ ആലോചിച്ച് നോക്കാൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടും ക്രെഡിറ്റ് നൽകേണ്ടുന്നത് കേരള ഹൈക്കോടതിക്ക് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയുമല്ല, ഇതിലിനി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് പുറത്തു വരാനുള്ള വിവരം എന്ന് പറയുന്നത് പോലും ഇതിന്റെ ദേവസ്വത്തിന് പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പറയാം, ദേവസ്വം ഉദ്യോഗസ്ഥൻ, സാങ്കേതികമായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് ദേവസ്വം കമ്മീഷണറുടെ അദ്ദേഹത്തിനെ കൂടി പ്രതി സ്ഥാനത്തേക്ക് ചേർക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇന്നലെ കൊടുത്തിരിക്കുന്ന ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കാണിച്ചിരുന്ന ചില കൃത്രിമങ്ങളെക്കുറിച്ച് കൂടി. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു കേസുണ്ട്. അപ്പോൾ ആ കേസ് വരുന്ന സമയത്ത് അതിലും അദ്ദേഹം പ്രതി ചേരുന്നതിനുള്ള സാഹചര്യവും അതിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം കമ്മീഷണർ എന്നതിനപ്പുറത്തേക്ക് മാറി ദേവസ്വം ഭരണസമിതിയുടെ തലവൻ എന്ന നിലയ്ക്കുള്ള ഒരു അറസ്റ്റ് കൂടിയാകും. അവിടെ വെച്ചിട്ട് ഇതിന്റെ ഫുൾ ഗെയിം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുവരെ ശ്രീ VN വാസവനായിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ആരുമായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രമായിട്ടുള്ള സ്പോൺസർമാരുമായി ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നൊക്കെ പറയാമെങ്കിലും അവിടെ വെച്ച് അതിന്റെ നിറം മാറുന്നുണ്ട്. കാരണം ഭരണസമിതിയിലേക്ക് വരുന്ന ആൾക്കാരെ എല്ലാവരെയും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നോമിനേറ്റ് ചെയ്യുന്നതാണ്. വളരെ പരിമിതമായിട്ടുള്ള അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും എത്രത്തോളം പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ട്, എത്രത്തോളം ആൾക്കാർ അവരുടെ പേര് പറയുന്നതിന് വേണ്ടിയിട്ടുണ്ട്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ബാക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സമുദായങ്ങളുടെ പിന്തുണയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് അവിടെ ഈ പരിഗണനകളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആൾക്കാരെ നിർണ്ണയിക്കുക. അപ്പോൾ അവിടെ CPM ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അടുത്ത കാലത്തായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരുന്നത്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളായിരുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ CPMന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള പല റോളുകളിൽ നിന്നിരുന്ന ആൾക്കാരെ ഒക്കെ തന്നെ അവിടേക്ക് അവരോധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് ഇതിനെ കേവലം ഉദ്യോഗസ്ഥരുടെ ചുമലിലേക്ക് മാത്രം ഇതിന്റെ പഴിയെ ചാരിക്കൊണ്ട് സർക്കാരിന് രക്ഷപ്പെടാനോ പാർട്ടിക്ക് രക്ഷപ്പെടാനോ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ അതായി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അന്വേഷണം എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണല്ലോ. അതിന്റെ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നത് ഭരണസമിതിയുടെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടി എന്നാണ്. എന്ന് വെച്ചാൽ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ ചെയ്തിരിക്കുന്ന തട്ടിപ്പ് എന്താണോ ആ തട്ടിപ്പിന് അന്നുണ്ടായിരുന്ന 2019 ഭരണസമിതിയുടെ അറിവോടുകൂടി തന്നെയാണ് എന്നാണ്. എന്ന് പറയുമ്പോൾ വീണ്ടും ഇവർ സംശയത്തിന്റെ നിഴലിലായി കഴിഞ്ഞു. തന്നെയുമല്ല, ഒരു കേസിൽ 2019 ഭരണസമിതി നിലവിൽ തന്നെ പ്രതിയാണ്. ആരുടെയും പേരൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭരണസമിതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത് A. പത്മകുമാറാണ്. പിന്നെ ശങ്കർദാസും മറ്റൊരു അംഗവും, അല്ലേ? അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഞാനിവിടെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ 2025 സമാനമായ കാര്യം സംഭവിച്ചപ്പോൾ PS പ്രശാന്തിലേക്ക് പോകേണ്ടതല്ലേ അന്വേഷണം എന്ന്? പക്ഷേ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലേ, 2019 അത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു അടിച്ചുകൊണ്ട് പോകാൻ. പക്ഷേ 2025 ആകുമ്പോൾ അതിൽ പൂശിയിരുന്ന സ്വർണം മാത്രമേ ഉള്ളൂ. സ്വർണത്തിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് വലിയൊരു തട്ടിപ്പിലേക്ക് അത് മാത്രമല്ല മഞ്ജുഷ്, ആക്ച്വൽ സ്വർണത്തിന്റെ അളവ് മാത്രമല്ല, അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം കോടതി ഇതിൽ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. കോടതിയിൽ കാണുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ 2019 നടത്തിയിരുന്ന തട്ടിപ്പിനെ അതിനെ പൂർണ്ണമായിട്ടും എല്ലാ കാലത്തേക്കും മറച്ചു വെക്കണം എന്നുള്ള ഗൂഢമായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി ഇതേ പാറ്റേൺ പിന്നീട് 2025 അനുവർത്തിക്കുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയിലത്തേക്ക് ഈ കാര്യത്തിനെ എല്ലാം തന്നെ വിധേയമാക്കുകയായിരുന്നുവെങ്കിൽ 2019 തട്ടിപ്പ് പൊളിയും, അത് പിടിക്കപ്പെടും എന്നുള്ള ഒരു ധാരണ. അതായത് 2019 തന്നെ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് അവിടെ ആ സ്വർണം പൊതിഞ്ഞ, കിലോ കണക്കിന് സ്വർണം പൊതിഞ്ഞ എന്ന സംഭവം പോയി, അത് വിസ്മൃതിയിലായി. പിന്നെ 2025 ആകുമ്പോൾ ആ 2019 നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി ആ സ്വർണം പൂശിയ പാളികളൊന്നും അറ്റകുറ്റപ്പണി നടത്തുന്നു. അതാണ് ഈ 40 വർഷത്തെ കാത്തിരിപ്പൊന്നും ഉണ്ടാകാതെ 4-5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സ്റ്റെപ്പ് എടുത്തത്, സ്വർണം ഒന്നുകൂടി ഒന്ന് മിനുക്കി കൊടുക്കുക എന്നുള്ളത്. അതിൽ നിസ്സാരമായ കുറച്ച് സ്വർണം കൂടി ചേർത്തിട്ട് സ്വർണം പൂശി കൊടുക്കുക എന്നുള്ളത്, അല്ലേ? അതായത് നോർമലൈസ് ചെയ്യുവാനുള്ള ഒരു സ്ഥിതി ഉണ്ടായി.
അതെ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്നതിനപ്പുറത്തേക്ക് മുമ്പ് ചെയ്തിരുന്ന ഒരു കൃത്രിമത്വം, ആ കൃത്രിമത്വം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി എന്താണോ അന്ന് സ്വീകരിച്ചിരുന്ന മാർഗം, അതേ മാർഗം ഇന്നും അവലംബിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് കാണുന്നത് എന്താണ്, ഒരു കൺസീൽമെന്റ് ആണ്. അത് വളരെ കൃത്യമായിട്ട് കോടതി നേരെ തന്നെ പറയുന്നു. അതിൽ ചില രസകരമായ കാര്യമുണ്ട്. അല്ലല്ല, ഇത് ന്യായീകരണ തൊഴിലാളികൾ, ചില ആങ്കർമാർ വരെ ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, 2025 ഈ 9 ഗ്രാം സ്വർണം എന്തോ കൂടുതലല്ലേ ചേർത്തത്, അപ്പോൾ പിന്നെ കൂടുതൽ സ്വർണം വന്നില്ലേ, പിന്നെ അതെങ്ങനെ തട്ടിപ്പാകുമെന്ന്. 2019 കിലോ കണക്കിന് സ്വർണം കൊള്ളയടിച്ചത് മറയ്ക്കുന്നതിന് വേണ്ടി ഒരു 9 ഗ്രാം സ്വർണം ചേർത്തതിനെയാണ് അത് കൂടുതലല്ലേ എന്നൊക്കെ ചോദിച്ചത്. അല്ല മഞ്ജുഷ, അത് പാർട്ടി ചാനലാണല്ലോ. അപ്പൊ പിന്നെ അവരും, എനിക്ക് തോന്നുന്നില്ല അവര് ആത്മാർത്ഥതയോടുകൂടി അവർ പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിച്ച് തന്നെയാണ് അത് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. അത് പാർട്ടി ചാനലാണ്. പാർട്ടി ചാനലിലും പാർട്ടി പത്രത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ജേർണലിസ്റ്റിക് താല്പര്യങ്ങളും നമ്മുടെ യുക്തിയും ഒക്കെ നമ്മൾ ഷെൽഫിൽ വെച്ചതിന് ശേഷം പലപ്പോഴും ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും തന്നെ പറയാനായിട്ട് ഒരു ജേർണലിസ്റ്റ് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഏത് മാധ്യമത്തിൽ ജോലി ചെയ്തിരിക്കുന്ന ആളാണെങ്കിലും അതിനുള്ള മിനിമം ലോജിക് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇവിടുത്തെ സത്യത്തിൽ ഗുരുതരമായി സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ ഈ പാറ്റേൺ തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു തട്ടിപ്പിനുള്ള ഒരു മാർഗമുണ്ട് എന്ന് കണ്ടെത്തി. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രീ ജയകുമാറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. ജയകുമാർ ഒരുപക്ഷെ ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരും എന്ന് ഒരു ഉറപ്പൊന്നും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുൻപാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം വന്നത്. അപ്പൊ ആ അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ നടന്നിരിക്കുന്ന ഈ ഗൂഢാലോചനയെക്കുറിച്ച്, അവിടെ നടന്നിരിക്കുന്ന കൊള്ളയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു ശരിയായ അനാലിസിസ് ഉണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ശബരിമലയിൽ നടന്നിരിക്കുന്ന ഒരു കൊള്ളയല്ല, മറിച്ച് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ സ്വർണം അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയി പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാരണം കൊള്ള എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്വർണം ആരോടും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഭരണസമിതി ആയിക്കോട്ടെ, മറ്റാരും ആയിക്കോട്ടെ, ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത് ഈ സ്വർണത്തിനെ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പൊ ആ പ്ലാനിന്റെ ഭാഗമായിട്ട് ആദ്യം വേണ്ടത് എന്താണ്, അവിടെയുള്ള ഉരുപ്പടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വരുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കട്ടള അടയുന്നില്ല, കഥ കടയുന്നില്ല, അവിടെ ഗ്യാപ്പ് ഉണ്ട്, എലി കയറുന്നു, ഇതൊരു പ്രശ്നമാണ്. പിന്നെ അവിടെ ഈ പൂശിയിരിക്കുന്നതിനെല്ലാം തന്നെ മോശമുണ്ടാകുന്നു, അതിൽ ചെമ്പ് തെളിയുന്നു, ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇതൊരു പരാതിയായിട്ട് വരുന്നു. ഈ പരാതിയെ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനുള്ള ടെക്നിക്കൽ നോഹ ഉള്ള ആൾക്കാരാണ് വരേണ്ടത് എന്നിരിക്കെ അവരാരും വരാതെ അവിടേക്ക് ഈ ദേവസ്വത്തിന്റെ ആൾക്കാർ തന്നെ തീരുമാനിക്കുകയാണ്, ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് പരിഹാരം. ആ പരിഹാരത്തിന് വേണ്ടി അവർക്ക് നേരത്തെ തന്നെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് പോലെ ഒരു സ്പോൺസർ അവിടേക്ക് എൻട്രി നടത്തുന്നു. ആ സ്പോൺസറിന് ഈ കാര്യങ്ങൾ കൊടുക്കുന്നു. സ്പോൺസറിന് വേണ്ടത് എന്താണ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്, പണിക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങളെല്ലാം സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്ത് ചെയ്യും, വ്യവസ്ഥാപിതമായിട്ടുള്ള ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ചിട്ടാണെങ്കിലും കോടതിയുടെ വിധി അനുസരിച്ചാണെങ്കിലും അതിൽ തടസ്സമുണ്ട്. ആദ്യ സമയത്ത് കോടതിയുടെ വിധി ഉണ്ടായിരുന്നില്ല, പക്ഷെ അപ്പോഴും മാനുവലിലെ റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ വയലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരിക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടി കൊടുത്തുവിടുക, പിന്നെ ഏതെങ്കിലും സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ശരിയായ രീതിയിലാണ് പേപ്പറിൽ കറക്റ്റായിട്ട് പ്രോസസ്സ് അനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു കൊള്ളയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് അവിടെ ഒരു കോൺസ്പിറസി ഉണ്ട്, ആ പ്രോസസ് ഇറ്റ്സെൽഫ് ഈസ് എ കോൺസ്പിറസി. അപ്പൊ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് ഭാഗമായിട്ട് ആരൊക്കെ നിന്നിട്ടുണ്ട്, ആ നിന്നിരിക്കുന്നത് സ്പോൺസറും ചില ദേവസ്വം ഉദ്യോഗസ്ഥരും മാത്രമാണോ? അല്ല. അത് ഭരണസമിതിയിലുണ്ട്. അത് ഭരണസമിതിയിൽ മാത്രമാണോ? അല്ല, ഭരണത്തിലുമുണ്ട്. അപ്പൊ അവിടേക്കാണ് ഈ അന്വേഷണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടാകും, ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ ഈ SIT രൂപീകരിച്ച സമയത്ത് അന്നത്തെ ദിവസം അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് എനിക്ക് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് എന്നാണ്. ഇന്നലെ വാസുവിനെ പൊക്കിക്കൊണ്ട് പോയപ്പോഴും അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതൽ സന്തോഷമുള്ള ദിവസമായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അന്വേഷണ സംവിധാനങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ പൊളിറ്റിക്കലി ക്ലൗട്ട് ഉള്ള ആൾക്കാർ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും വന്നിട്ടുമുണ്ട്. ഇനി പത്മകുമാറും പ്രശാന്തമാകുമ്പോൾ അത് പൂർത്തിയാവുകയും ചെയ്യും. പിന്നെ മന്ത്രിമാരിലേക്ക് അന്വേഷണം വരണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തന്നെ അതൊരു കടന്ന കൈയായി പോകും. അങ്ങനെയൊന്നും അന്വേഷണം അത് സത്യം പറഞ്ഞാൽ ഭരണസമിതിയിലുള്ള ആൾക്കാരാണ് പറയേണ്ടത്. മന്ത്രിമാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ ഉന്നതരോ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വാസുവിനോട് ചോദിക്കുമ്പോൾ വാസു തത്ത പറയുന്നത് പോലെ മറ്റുള്ള പത്മകുമാറും പറയണം. അങ്ങനെ മൊഴി വന്നാൽ മാത്രമേ അതിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഈ 2025 തട്ടിപ്പ് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞ കൃത്യമായ കാര്യമാണ്. 2019 നടന്ന ആ സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയ ആ സംഭവം ഉണ്ടല്ലോ, അതിനെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി നടന്ന ഒരു ഗൂഢാലോചന
ഹൈക്കോടതിക്ക് അത് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് 2019 തുടർച്ചയാണ് 2025 നിന്ന്. സമാനമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് സമാനമല്ല, തുടർച്ചയാണ്. അത് നോർമലൈസ് ചെയ്യുക. കാരണം 2025 അത്രയും സ്വർണം അവിടെ ഇല്ല. ഈ സ്വർണ്ണപ്പാളികളിലൊന്നും സ്വർണം കുറവാണ്. നിസ്സാര സ്വർണ്ണമേ ഉള്ളൂ, ഒരു 20 പവനോ ഇല്ല, അത്തരം സ്വർണ്ണമൊക്കെ ഉള്ളൂ. കിലോ കണക്കിന് സ്വർണം 2019 കൊണ്ടുപോയി. പക്ഷേ 2019 ആ കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു സംഭവമേ, അങ്ങനെ സ്വർണ്ണമേ ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി 2025 ഒരു നോർമലൈസേഷൻ പ്രക്രിയയാണ് അവിടെ നടന്നത്. അതാണ് ഞാൻ പ്രശാന്തിന്റെ കാര്യം എടുത്തു പറയുന്നത്. അല്ല, ഞാനതിന് കൃത്യമായ മറുപടി ചർച്ച നടത്തുന്ന ഓർക്കുന്നത് പറഞ്ഞല്ലോ. അതായത് 2025 ഈ സ്പോൺസറെ, ഈ ഗ്യാരണ്ടറെ, 40 years ഗ്യാരണ്ടറെ അയാൾ ആവശ്യപ്പെട്ടപ്പോൾ അയാളിൽ വിശ്വാസക്കുറവുള്ളതുകൊണ്ട് ശബരിമലയിലെ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് ഇത് കൊടുത്തുവിട്ടെന്നുള്ള ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പ്രശാന്തിനെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് എന്ത് ലോജിക്കാണെന്നുള്ളതാണ് മനസ്സിലാക്കാത്ത. അയാൾ ചെയ്ത് തെറ്റാണെന്നാണെന്ന് ഞാനത് ഈ ചർച്ച സൂചിപ്പിച്ചു. ഇപ്പൊ ഇത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. എനിക്ക് ബോധ്യമായ ഒരു കാര്യങ്ങളാണ് ഈ ചർച്ച ഞാൻ പറയുന്നത്. ഞാൻ വാസുവിനെ കുറിച്ച് പല ചർച്ചകളിലും വാസുവിന്റെ ഭാഗത്തു നിന്ന് ഉള്ള മറുപടികൾ വിചിത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം ഫസ്റ്റ് ഡേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാം ഇദ്ദേഹം എന്തോ ഒളിപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനിപ്പോ പരിഭ്രാന്തി കൊണ്ടാണോ അതോ തെറ്റ് ചെയ്തിട്ടാണെന്ന് നമുക്കറിയത്തില്ല. അതൊക്കെ മൈൻഡ് റീഡ് ചെയ്യുന്ന സംവിധാനമാണ്, നമുക്കതിന് ഉള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഗവൺമെന്റിനെ ഇപ്പോഴും വാനോളം കൊടുത്തു. കാരണത്തോടെ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉന്നതങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തത്തില്ല, ഒരു സംശയം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടത്തിയ 2 അന്വേഷണങ്ങൾ എവിടെ എത്തുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യമായ ന്യായീകരണങ്ങൾ പറയേണ്ട. ഇനി മന്ത്രി വി എൻ വാസവനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തോ ഏത് 2 അന്വേഷണങ്ങളുടെ കാര്യമാണ്? സരിത വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ കോറിയുടമ ഉണ്ടല്ലോ, അയാൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് വേറൊന്നുണ്ടല്ലോ, ഒരു മലയാളി നമ്മുടെ ആറന്മുളയിൽ പത്തനംതിട്ട ജില്ലയിലെ വ്യക്തിയെ കുറിച്ചും ഉള്ള അന്വേഷണങ്ങൾ എവിടെ എത്തി? വളരെ വ്യക്തം. മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പോലും അകത്തായ സംഭവമാണ്. അല്ല, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പോലും അന്ന് അകത്തായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി വെളിയിൽ പോയപ്പോ, വിദേശത്ത് പോയപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ ഗ്യാപ്പിൽ മുഖ്യമന്ത്രി ആകാനുള്ള ശ്രമത്തിൽ ഈ 2 പേരെ പിടിച്ച് അകത്തിട്ടു. അതൊക്കെ കേരളം കണ്ട കാര്യങ്ങളാ. അതൊക്കെ ഒരു അവിശുദ്ധ എന്താ പറയുക, ഒരു മന്ത്രിസഭയിലെ ഒരു ആൾ ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കേരളം കണ്ട അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷിൽ. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഈ കൊള്ള പുറത്തു വരുന്നതോട് 100% ആഗ്രഹിക്കുന്നവരെ ഞങ്ങളെ പോലുള്ളവർ. ഞാനൊക്കെ അത് വളരെ കൃത്യമായിട്ട് നിരവധി ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. താങ്കളുടെ കാര്യം ശരിയാണ്. പക്ഷെ ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നു. ഇപ്പോൾ അനിൽകുമാറിനെ പോലെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇരുന്നിരുന്നു. ആദ്യമൊക്കെ ഡിഫെൻഡ് ചെയ്തിരുന്നത് ഏത് സ്വർണം, എന്ത് സ്വർണം എന്നൊക്കെയായിരുന്നു. പിന്നീടാണ് കേട്ടോ ഈ ട്രാക്കിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. അല്ല, അതിപ്പം അന്വേഷണ ഏജൻസിയുടെ ഭാഗമല്ലല്ലോ അനിൽകുമാർ. അല്ല, ഞാൻ CPM നേതാക്കളുടെ കാര്യമാണ് പറഞ്ഞത്. CPM നേതാക്കൾ ഡിഫെൻഡ് ചെയ്തിരുന്നത് താങ്കളല്ല. താങ്കൾ തുടക്കം മുതൽ തന്നെ പത്മകുമാറിനെതിരായിട്ട് പറഞ്ഞിരുന്നു, വാസുവിനെതിരെയൊക്കെ പറഞ്ഞിരുന്നു. താങ്കൾക്ക് ആകെ ഒരു ദൗർബല്യമുള്ളത് പ്രശാന്തിനെ എന്തോ താങ്കൾക്ക് വലിയൊരു ഇഷ്ടമാണ്, വലിയൊരു വിശ്വാസമാണ്. അല്ല, പ്രശാന്ത് വിശ്വാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മുടെ ഇത് അയാളുടെ സമീപനം മാറും. ഈ സോഫാർ അയാളെ എനിക്ക് കുറ്റവാളിയായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അത് മുഴുവൻ നോർമലൈസ് ചെയ്തത് താങ്കൾക്ക് എന്തുകൊണ്ട് ബോധ്യമാവുന്നില്ല ശ്രീ? അല്ലല്ല റജി ലൂക്കോസ്, താങ്കൾക്ക് എന്തുകൊണ്ട് അത് ബോധ്യമാവുന്നില്ല? 2019 ഒരു വലിയ രീതിയിലുള്ള ഇപ്പം കൊള്ളയാന്നോ മോശമെന്നോ പറയുന്നില്ല, അവിടെ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയി. അതിനെ നോർമലൈസ് ചെയ്യാൻ 2025 നടത്തിയ പ്രവർത്തനം, അത് 2025 2024 അത് തുടങ്ങിയിരുന്നു. അവിടെ ഇത്രയും സ്വർണം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതേ കാര്യം തന്നെയാണ് ഈ സംഭവങ്ങൾ വെളിയിൽ വന്ന സമയത്ത് CPM നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയും സ്വർണ്ണമുണ്ടെന്ന് നിങ്ങളോടൊക്കെ ആരാണ് പറഞ്ഞത് എന്ന്. പിന്നീടാണ് ഈ വിജയ് മല്യയുടെ കാര്യമൊക്കെ പിന്നീട് കുത്തി പുറത്തു വന്ന സമയത്ത് പിന്നെ അങ്ങ് സമ്മതിക്കേണ്ടി വരികയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രശാന്തിനെ താങ്കൾ ഇപ്പോഴും എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വിശ്വസിക്കുകയല്ല. അയാളെ കുറ്റവാളിയായി കാണണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ വന്ന ഒരു കാര്യം ഞാനത് നിങ്ങളുടെ ചർച്ച നേരത്തെ അംഗീകരിച്ചു. എന്തിനാണ് ഈ തിടുക്കം എന്നുള്ള ചോദ്യം, എന്തിനാണ് തിടുക്കം എന്നുള്ള ചോദ്യം ഞാനും അംഗീകരിച്ചു. ആ തിടുക്കം എന്തിനാണെന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളിലൂടെ നമുക്ക് ബോധ്യം വന്നേക്കാൾ ഉപരിയായിട്ട് കോടതിയുടെ 2 ആഴ്ച കൊടുക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹം കുറ്റവാളിയാണ്. അല്ല എങ്കിൽ SIT അദ്ദേഹത്തിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സംശയത്തിന് തള്ളില്ല. ഞാൻ അന്നേരം തന്നെ അദ്ദേഹത്തിന് തള്ളി പറയും. പക്ഷെ സോമർ ഈ നിമിഷം വരെ അദ്ദേഹത്തിന് അതിനുള്ള അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു സ്വർണം കൊള്ളയടിക്കണമെങ്കിലും അത്യാവശ്യം ഒരു 1000 രൂപ കിട്ടണ്ടേ? അതുപോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണെന്ന് പറയുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നേരത്തെ ഈ ഹൈക്കോടതിയിൽ അദ്ദേഹം അതിന് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലെ വീഴ്ച എന്ന രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതിന്
ഹൈക്കോടതി പക്ഷേ തുടർന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് അത് ചെറിയ വീഴ്ച എന്ന രീതിയിലല്ല, അത് ഈ രീതിയിലുള്ള ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണെന്നാണ് അല്ലേ ശ്രീത്ത്? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് തന്നെയുമല്ല, അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മളെല്ലാവരും കേട്ടിരുന്നത് ഇതാണ്, അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചെറിയൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നു, ആ വീഴ്ച പിന്നെ കോടതി അങ്ങ് ക്ഷമിച്ച് പുറത്ത് കൊടുത്തിരിക്കുന്നു എന്നാണ്. അങ്ങനെ അല്ല എന്ന് അതിനിശ്ചിതമായിട്ടുള്ള ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. കോടതിക്ക് അത് ഏറ്റവും ബുദ്ധിമുട്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊരു പാറ്റേൺ ആയതുകൊണ്ടാണ്. അതായത് 2019 ഇത് കൊണ്ടുപോകുന്ന സമയത്തും ദേവസ്വത്തിന്റെ ചട്ടങ്ങൾ അവിടെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുണ്ട്, സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്, പക്ഷെ അവരോട് ഇത് അന്വേഷിക്കുന്നില്ല, പകരം ഇത് കൊണ്ടുപോകുന്നു. അത് 6 വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള മറ്റു ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളിൽ ഒന്ന്, 2025 പ്രശാന്തിന്റെ ഭരണസമിതി ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന പോറ്റിയുടെ കൈവശം അനധികൃതമായിട്ട് 475 ഗ്രാം സ്വർണം ഇരിപ്പുണ്ട് എന്ന് ഈ ദേവസ്വം ഭരണസമിതിയിലുള്ള ആൾക്കാർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നാണ്. അതായത് നേരത്തെ കൈവശം വെച്ചിരിക്കുന്ന ഏതാണ്ട് 60 പവനോളം സ്വർണം, ഈ സ്വർണമാണ് 2019 കഴിഞ്ഞപ്പോൾ വാസുവിന് മെയിൽ അയച്ച് ചോദിച്ചത്, ഇത് ഞാനൊരു കല്യാണം നടത്തിയേക്കട്ടെ എന്ന് പറയുന്ന കാര്യം. അത് ഇയാൾ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കാനായിട്ട് വാസു ഒരു നടപടിയും സ്വീകരിച്ചില്ല. തന്നെയുമല്ല, അതിന് പേരിൽ എന്തെങ്കിലും ക്രിമിനൽ നടപടി സ്വീകരിക്കുന്നതിന് വാസു തയ്യാറായിട്ടില്ല, ദേവസ്വം തയ്യാറായിട്ടില്ല. അപ്പൊ ആ സ്വർണം അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ആള് തന്നെയാണ് ഈ പോറ്റി എന്നതിനെക്കുറിച്ച് നിലവിലത്തെ ഭരണസമിതിക്ക്, പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള ഭരണസമിതിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നിട്ടും അത് വീണ്ടും ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഒരു സംശയത്തിനും നിഴൽ കൊടുക്കുന്നില്ല, ഒരു സംശയത്തിനും അണുവിട കൊടുക്കുന്നില്ല. പകരം പറഞ്ഞിരിക്കുന്നതാണ് പൂർണ്ണമായിട്ടും. ഇതേപോലെ തന്നെയാണ് ആ തിടുക്കം എന്ന് പറയുന്നത് ദുരുപദിഷ്ടിതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു തിടുക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നീടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ തിടുക്കം എന്ന് പറഞ്ഞിരിക്കുന്നതും പെട്ടെന്ന് ഈ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ മാർഗം കാണുന്നതിന് വേണ്ടി. ശരിയാണ്, ഒരു സംശയമില്ല. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഒരു കാര്യം കൂടിയുണ്ട്, അത് ആ സമയത്തൊക്കെ പ്രശാന്തിന്റെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചിലത് പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. കൊടുത്തുവിട്ടതിനേക്കാൾ കൂടുതൽ, അല്ല, ആ സ്വർണ്ണപ്പാളികളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം പൂശിയാണ് തിരികെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു തട്ടിപ്പ്, അത് 2019 തട്ടിപ്പ് മറച്ചു വെക്കുവാനുള്ള ശ്രമമായിരുന്നു എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അന്വേഷണം എങ്ങോട്ട് പോകുമെന്നാണ് അറിയാനുള്ളത്. അടുത്തതായി പത്മകുമാറിലേക്കോ അന്വേഷണം പോകുന്നത്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടേ എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. അറസ്റ്റ് ചെയ്യണമെന്ന് 95% പ്രേക്ഷകർ. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.